Yes, good morning. Good morning, sir. Good morning, sir. Yes, good morning. Good morning, sir. Good morning. Good morning, sir. Good morning, sir. Yes, good morning. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ ആയിട്ടിരിക്കുന്നു സാറേ. പഠിപ്പിക്കാൻ സൂപ്പർ ആയിട്ടിരിക്കും. വെരി ഗുഡ്. അതാണ് വേണ്ടത്. വെരി ഗുഡ്. വെരി Fine, sir. വെരി ഗുഡ്. ഓൾവേസ് ബി ഫൈൻ. ഓക്കെ. അപ്പൊ നമുക്കിന്ന് ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിലെ ഒരു സംഭവം കുറച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ ഇത് കാണാലോ, ഒരു പേജ് നമ്പർ. ഓക്കെ 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 ഓക്കെ. എല്ലാവരും ആയി നമുക്ക് ആരംഭിക്കാം. ഓക്കെ, റെഡി. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്നത് നമുക്ക് ഒരു സ്റ്റോറി റൈറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. യൂണിറ്റ് 16 റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ പറയുന്നത് വി ആർ ഡിസ്കസിങ് എ സ്റ്റോറി. നമ്മളൊരു കഥ പറയുകയാണ്. നിങ്ങളെല്ലാവരും ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ എങ്ങനെയാണ് അവരോട് കഥ പറയുക? കഥ പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ നല്ല കാര്യമാണ്. കുട്ടികളെ ഏറ്റവും രസകരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കഥ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നുണ പറയുക എന്നുള്ളതാണ്. ആ നുണ നന്നായിട്ട് പറയുക എന്നുള്ളതാണ് കഥ പറയുമ്പോൾ. നമുക്ക് പറയാം, കാക്കയും പൂച്ചയും കുളിക്കാൻ പോയി. നമുക്കറിയാം ഇവർ ഒരുമിച്ച് ഒരിക്കലും കുളിക്കാൻ പോകില്ല. അപ്പോ ആ കുളിക്കാൻ പോയി എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം ഇതൊക്കെ സംഭവം നുണയാണ്. എന്നാലും അത് കേൾക്കാൻ രസമുണ്ട്. അപ്പൊ മനോഹരമായിട്ട് നമുക്ക് നുണ പറയുക എന്നുള്ളതാണ് നമുക്ക് നന്നായിട്ട് കഥ പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്, ഒരു നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു കഥയുടെ കുറച്ച് ഭാഗങ്ങൾ വിട്ടുകളഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം വരും. ഇത് നമ്മള് മറ്റു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് കുറച്ചുകൂടി വേറൊരു ലെവലാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ develop the following hints into a readable story and give the story a suitable title. നിങ്ങൾ ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കുന്നു, വിട്ടുപോയ സ്ഥലങ്ങൾ വിട്ടുപോയിട്ടെ പോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു കഥ, ഈ വിട്ടുപോയ സ്ഥലത്തൊക്കെ 1-2 വാചകം എഴുതി അതിനൊരു കഥ ഉണ്ടാക്കണം. മാത്രമല്ല ഈ കഥ മുഴുവൻ വന്നു കഴിയുമ്പോൾ അതിന് അനുയോജ്യമായ ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ്ങും കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ഓക്കെ. അപ്പോ യെസ്, ആരെങ്കിലും ഒരാള് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച്. എ ഫാർമർ ആൻഡ് എ പെയിന്റർ. A farmer and a painter ഡാഷ് work in forest. Dash hear a bear coming. Dash trembles with fear. Dash farmer climbs trees and hide. Dash painter falls flat as if dead. Dash the bear sniff. Dash think dead. Dash go away. Dash farmer comes down. Dash ask what the bear say. Dash never to make friends with one. Dash run away. Dash when friend in danger. ഓക്കെ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ ഈ കഥ പിടികിട്ടിയോ എന്താണ്? കരടിയുടെയും 2 ഫ്രണ്ട്സും കൂടെ നടന്നു പോകുമ്പോൾ, കാട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ കരടി വരുന്നു. ഒരാൾ ഓടി മരത്തിൽ കയറുന്നു, മറ്റേ ആള് അനങ്ങാതെ തറയിൽ കിടക്കുന്നു. ആ ഒരു കഥ. ഓക്കെ 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 ഓക്കെ. അപ്പോ കരടി വരുന്നു. കരടി വന്ന് അനങ്ങാതെ തറയിൽ കിടക്കുന്ന ആളെ വന്ന് മണത്ത് നോക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കരടി തിരിച്ചു പോകുന്നു. അപ്പോ കരടി വിചാരിക്കുന്നത് മരിച്ചു കിടക്കുന്നതിന് കരടി മടങ്ങി പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം കരടി പോയി കഴിഞ്ഞതിന് ശേഷം മുകളിൽ കയറിയിരിക്കുന്ന ആള് തിരിച്ചറിഞ്ഞു വന്നിട്ട് കിടന്ന ആളോട് ചോദിക്കും, എന്താണ് കരടി വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പൊ പറയും, ആപത്തില് ഒരാളെയും ഉപകരിക്കാത്ത ഒരാളെയും വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടുപേരും ഒരുമിച്ച് പോയപ്പോ ഒരാൾക്ക് ഒരു ഡേഞ്ചർ വന്നു കഴിഞ്ഞപ്പോ അയാൾ രക്ഷപ്പെടാൻ നോക്കി. അടുത്തൊരാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അയാള് മനസ്സിലാക്കിയില്ല. ഓക്കെ. അപ്പൊ ഇത് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റും? ഒരു ടൈറ്റിൽ. True friend. ടു ഫ്രണ്ട്സ് അല്ലേ? 2 സുഹൃത്തുക്കൾ. ഓക്കെ. ഒരാൾ അങ്ങനെ പറഞ്ഞു. നമുക്ക് മാറ്റി മറിച്ചൊക്കെ പറയട്ടെ, നമുക്ക് ഇഷ്ടമുള്ള പറഞ്ഞു.
Two friends and the bear. Two friends and the bear. Okay, bear. Okay, ശരി. സർ ഞാൻ ട്രൂ ഫ്രണ്ട് എന്നാ പറഞ്ഞ ട്രൂ. ട്രൂ ഫ്രണ്ട്. TW അല്ല TRUE. ഓ, വെരി ഗുഡ്. സത്യസന്ധരായ സുഹൃത്ത്. ഓക്കെ. യെസ്, അടുത്തത്. Unity is strength. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. പ്രോവർബിലോട്ട് പിടിച്ചു. വെരി ഗുഡ്. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു പ്രോവർബ് ഉണ്ട്, പറയാമോ? A friend is a friend in need. Yes, a friend in need, a friend in need. Indeed. Very good. ആവശ്യത്തിന് ഉപകരിക്കുന്നവനാണ് ഒരു യഥാർത്ഥ സുഹൃത്ത്. എ ഫ്രണ്ട് ഇൻ നീഡ്, NED, നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം. ഒരു ഫ്രണ്ടിനെ നമുക്ക് ആവശ്യത്തിന് കിട്ടിയാൽ ദാറ്റ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. വാസ്തവത്തിൽ അവൻ തന്നെയാണ് ഫ്രണ്ട്. ഓക്കെ, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് ഫ്രണ്ട് ഇൻ ഡീഡ്. ഓക്കെ, വെരി ഗുഡ്. ആലോചിച്ച് പറഞ്ഞല്ലോ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു സ്റ്റോറി തന്നിട്ട് അതിന്റെ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കൊരു ചോദ്യം. യെസ്, ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാരഗ്രാഫിന്റെ അടിയിൽ കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മളൊന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒരു പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫിന്റെ അടിയിൽ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. 1 2 3 4 എന്ന് പറയുന്ന ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ആ ചോദ്യങ്ങളിൽ നിന്ന് അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ആ ചോദ്യങ്ങൾ വായിക്കുക. ശേഷം വേണ്ടി ഇതിൽ നിന്ന് അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണം. ഇതാണ് നമുക്ക് ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഈ കഥയെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഈ കഥ പിടികിട്ടി ഒരു ഫാർമറും ഒരു പെയിന്ററും കൂടി പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബിയർ കമ്മിങ്, ഒരു കരടി വരുന്നതിന്റെ ശബ്ദം കേൾക്കുന്നു. ട്രംബിൾസ്, വിറയ്ക്കുന്നു. വിത്ത് ഫിയർ, ഭയം കൊണ്ട് പിറക്കുന്നു. ഫാർമർ ക്ലൈംസ് ദ ട്രീ, ഒരു മരത്തിന്റെ മുകളിലേക്ക് ഫാർമർ കയറി പോകുന്നു. ആൻഡ് ഹൈഡ്, and അവിടെ പോയി ഒളിച്ചിരിക്കുന്നു. പെയിന്റർ ഫാൾസ് ഫ്ലാറ്റ് ആസ് ഡെഡ്, താഴെ ആസിഡ് ഡെഡ്, മരിച്ച പോലെ താഴെ കിടക്കുന്നു. ബിയർ സ്നിഫ്, ബിയർ വന്ന് മണത്ത് നോക്കുന്നു. തിങ്ക് ഡെഡ്, മരിച്ചു കിടക്കുന്നതായിട്ട് ബോധ്യപ്പെടുന്നു. ഗോ അവേ, ബിയർ ഓടിപ്പോകുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ഫാർമർ കംസ് ഡൗൺ, താഴെ ഇറങ്ങി വരുന്നു. ആൻഡ് ആസ്ക്, ചോദിക്കുന്നു. വാട്ട് ദ ബിയർ സേ, എന്താണ് ബിയർ നിന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞിട്ട് പോയത്? അപ്പോ അദ്ദേഹം പറയുന്നു, നെവർ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് വൺ, അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടരുന്ന പറഞ്ഞത്. ഇങ്ങനെ റൺ അവേ, ഓടിപ്പോകുന്നവര്. വെൻ ഫ്രണ്ട് ഇൻ ഡേഞ്ചർ, ഒരു സുഹൃത്ത് അപകടത്തിലാകും ഓടിപ്പോകുന്നവരുമായിട്ട് കൂട്ടുകൂടരുത് എന്നാണ് ആ കരടി വന്നിട്ട് പറഞ്ഞു പോയത് എന്ന് പറയുന്നു. ഓക്കെ, കഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോ എ ഫാർമർ ആൻഡ് എ പെയിന്റർ, പിന്നെ വാക്ക് ഇൻ ഫോറസ്റ്റ്. ആ ആദ്യത്തെ ഡാഷിന്റെ സ്ഥലത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പൂരിപ്പിക്കാമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞു. ഗോ ഫോർ Walk. ഓക്കെ. സ്റ്റോറി നമുക്ക് ഇങ്ങനെ വൺസ് അപ്പോൺ എ ടൈം അങ്ങനെ കൊടുത്തിട്ട് എഴുതണോ? വൺസ് അപ്പോൺ എ ടൈം ഡെവലപ്പ് ചെയ്യുമ്പോ അങ്ങനെ വേണ്ട. ഇതിന്റെ ബാലൻസ് പൂരിപ്പിച്ചാൽ മതി. വൺസ് അപ്പോൺ എ ടൈം നമുക്ക് വേറെ തരാം. അല്ല, ഞാൻ ചോദിക്കണത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമ്മള് ഇതിനെ എൻറ്റയർലി മാറ്റിയിട്ട് ഒരു സ്റ്റോറി ആയിട്ട് എഴുതണോ, അതോ ഇതിങ്ങനെ പൂരിപ്പിച്ച് പോയാൽ മതി? ഓക്കെ, ഇതിന്റെ അകത്ത് എഴുതിയ വാക്കുകളൊക്കെ ഇടയ്ക്ക് പോലോട്ടോ, അത് പൂർണ്ണമായിട്ട് വിട്ടുപോകരുത്. ഓക്കെ, ഇല്ല. ഓക്കെ. ഇപ്പൊ വൺസ് അപ്പോൺ എ ടൈം എന്നുള്ള അതേ സംഗതി തോന്നുന്നുണ്ട്. ഫാർമർ ആൻഡ് പെയിന്റർ അല്ലേ? വൺസ് അപ്പോൺ എ ടൈം എ ഫാർമർ ആൻഡ് പെയിന്റർ. ഓക്കെ, ആ വാക്കിൽ തന്നെ ഉള്ളൂ. ശരി, പൂരിപ്പിച്ചു. അപ്പൊ ആരാണ് ആദ്യം വന്നൊരാള്? എ ഫാർമർ ആൻഡ് എ പെയിന്റർ. ആഷ്ന പറഞ്ഞിട്ടുണ്ട്. ഫാർമർ ആൻഡ് പെയിന്റർ ആർ വെന്റ് ടു വാക്ക് ത്രൂ ദ ഫോറസ്റ്റ്. അപ്പൊ അവിടെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ശരിയാക്കാം. എ ഫാർമറും പെയിന്ററും കൂടി വെന്റ്, പോയി. ഇതിന് പോയി ഫോർ എ വാക്ക്, ഒരു നടക്കാൻ വേണ്ടി പോയി. ഇൻ ഫോറസ്റ്റ്. ഫാർമറും പെയിന്ററും കൂടി
ഒരു നടത്തത്തിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിലേക്ക് പോയി. They went for a walk in the forest. ഇനി നമുക്ക് പറയാം. Sir, Yes. a farmer and a painter was walking through a forest. അങ്ങനെ ആക്കാൻ പറ്റുമോ അതിന്? അതാണ് ഞാൻ ചോദിച്ചത്. Walk into the forest. Okay. Grammar correct ആണ്. Walk into the forest. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തു. കുഴപ്പമില്ല. Walk into the forest. Okay. They hear. അതിന്റെ മുമ്പിലേ നമുക്കൊരു എന്ത് സംഗതി ചെയ്യുമ്പോഴും ഒരു ബിൽഡപ്പ് കൊടുക്കാന്ന് പറയാറില്ലേ? ഇപ്പൊ സിനിമയിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു നായകൻ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരും. ആദ്യം സബോർഡിനേറ്റ് ആയ അല്ലെങ്കിൽ ഉപനായകനെ കൊണ്ട് 2 വാക്കുകൾ നായകനെ കുറിച്ച് പറയിപ്പിക്കും. അത് മറ്റേതാണ് മറിച്ചെന്നൊക്കെ പറയിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഒരു ബിൽഡപ്പ് ഉണ്ടാക്കും. അല്ല, ഹിയർ ദ ബിയർ കമ്മിങ്, ബിയർ വരുന്ന ശബ്ദം കേൾക്കുന്നു. അതിന്റെ മുമ്പിൽ നിങ്ങൾ ഒരു സെന്റൻസ് സ്വന്തമായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സഡൻലി. അപ്പൊ ഒരു വാക്കല്ല, ഒരു സെന്റൻസ് ഞാൻ പറയട്ടെ, ഒരു എക്സാമ്പിൾ പറയാം. അങ്ങനെ നടന്ന് അവർ ഒരു നദിയുടെ സമീപത്തെത്തി. കേട്ടോ? അപ്പൊ നമുക്ക് എ ഫാർമർ ആൻഡ് എ പെയിന്റർ ആർ വാക്കിംഗ് ടു ദ ഫോറസ്റ്റ് ഓർ വെന്റ് ഫോർ വാക്ക് ഇൻ ദ ഫോറസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നടന്ന് അവര് ഒരു നദിയുടെ സമീപത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവരൊരു സൗണ്ട്. കണ്ട? അപ്പൊ അത്രയും നമുക്കൊരു സെന്റൻസ് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങൾ കയ്യിൽ നിന്നുള്ളതാണോ? അത് നമുക്ക് തെറ്റുകൂടാണ്ട് എൻജോയ് ചെയ്യും. എന്ന് പറഞ്ഞേ, അങ്ങനെ അവര് നടന്ന് ഒരു നദിയുടെ അരികത്തെത്തി. നദിയുടെ അരികത്തെത്തി പറയാം സൈബ ആദ്യം, എന്നിട്ട് നമുക്ക് ശബ്ദം കേൾക്കാം. After some time they reached near a river. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു സെന്റൻസ് അവിടെ ആഡ് ആയി. അപ്പൊ ഒരു ലെങ്ത് കൂടി. അങ്ങനെ നടന്ന് അവര് നദിയുടെ സമീപത്തെത്തി. ഇനി മറ്റു പറയാം സഡൻലി. Suddenly they hear a bear coming. ഓക്കെ, അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ സെന്റൻസ് ആയിട്ട്. അപ്പൊ 3 വരിയായി അവിടെ. എ ഫാർമർ ആൻഡ് എ പെയിന്റർ went for a walk in the forest. They reached near a river. അവർ റിവറിന്റെ അരികത്തെത്തി. Then suddenly they hear the sound of the bear coming. Bear ശബ്ദം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, trembles with fear. When they see that bear, they both trembled with fear. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സൗണ്ട് കേട്ടിരിക്കണം. ഓക്കെ, പറഞ്ഞത് കറക്റ്റ് ആണ്. ആ ബിയറിനെ അവർ കണ്ടിട്ടില്ല. കാണുന്നതിന് മുമ്പ് ഒരു ബിൽഡപ്പ് കൊടുത്തേ. ബിയറിനെ കണ്ടിട്ടില്ല, ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. അവിടെ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ട് ഈ സെന്റൻസ് പറയുമ്പോൾ 2 സെന്റൻസ് ആയി. അല്ല, ഞാൻ നിങ്ങളെ ഭാവനാപരമായിട്ട് ചിന്തിക്കേ, നിങ്ങളുടെ ഉള്ളിലെ അങ്ങനെ ചിന്തിക്കേ. അതായത് അവന് സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് പറയാം 2 പേര് ചുറ്റും നോക്കി. കണ്ട? ആ സാധനം നമുക്ക് They look around. അത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ കയ്യിൽ നിട്ടോളാം. അവര് ചുറ്റും നോക്കി. അതുവഴി നമുക്ക് അത് കയറ്റിയതിന് ശേഷം പറഞ്ഞാൽ മതി. അവരെന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോ ബിയറിനെ കണ്ടു. അപ്പോ അവര് ഭയം കൊണ്ട് വിറച്ചു. ഓക്കെ, പറഞ്ഞോ. ശരിയാണ് പറഞ്ഞത്. ഷഫീൽ പറഞ്ഞു. They look around and suddenly they see a bear and they both trembled with fear. Okay. See എന്നുള്ളത് സോന്നല്ല, കണ്ടു. They saw the bear and they trembled with fear. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോ അവർക്ക് ഭയം കൊണ്ട് അവരൊന്ന് നിലവിളിച്ചു. ഓക്കെ, എപ്പോഴും നിങ്ങള് ഒറ്റയടിക്ക് പറയാതെ അതിന്റെ ഇടയിലൊരു സെന്റൻസ് ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ നോക്കണ്ട. അത് നിങ്ങളുടെ ഭാവനയാണത്. ഒറ്റയടിക്ക് നമ്മളിപ്പോ ഒരു ഭക്ഷണം തന്നെയാണെങ്കിലും കൊണ്ടുവന്ന് പ്ലേറ്റിൽ വെക്കുമ്പോൾ അതിന്റെ സൈഡിലൊക്കെ എല്ലാ കറികളും നിരത്തി വെക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒരു ഇതായിരിക്കും. എല്ലാവരും കൂടി ഇതൊക്കെ ചെല്ലുന്ന ഒരു സ്ഥലത്തേക്കാണ്, എന്നാലും അതിന്റെ ഒരു വിളമ്പുന്നതിന്റെ ഒരു രീതിയിൽ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഒരു സെന്റൻസിനെ ബിൽഡപ്പ് ചെയ്യാം. സിമ്പിൾ ആയിട്ട്. ഇനി അടുത്തത് നോക്കിയേ, ഫാർമർ ക്ലൈംസ് ദ ട്രീ. ഫാർമർ മരത്തിന്റെ മുകളിലേക്ക് കയറി. നമുക്ക് അവിടെ എന്ത് സാധനം കൊടുക്കാം? ഒരു മലയാളത്തിലൊന്ന് പറഞ്ഞു.
നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ആലോചിക്കും. നേരത്തെ പറഞ്ഞില്ലേ ഇത് റീച്ചിന് പോണ്ട് റിവർ, ഈ നദിയുടെ അരികത്തെത്തി. അവര് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് മുഖത്തോട് മുഖം നോക്കി എന്നൊക്കെ ചോദിക്കാം. ആ, അവരെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പരസ്പരം നോക്കി. അത് വേണമെങ്കിൽ നമുക്കത് കയറ്റാം. പിന്നെ വേറെ വേണമെങ്കിൽ ചെയ്യാം. ഈ പെയിന്റർ ചോദിക്കാം ഫാർമറിനോട്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഫാർമർ പെയിന്ററോട് ചോദിക്കാം, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ വേണമെങ്കിൽ പറയാം, നീ നിന്റെ വഴി നോക്ക്, ഞാൻ എന്റെ വഴി നോക്കുമെന്ന് പറഞ്ഞു ഫാർമർ. അത് നിങ്ങൾ സ്വന്തം 1-2 സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യും. അവിടെയാണ് നമ്മുടെ കഴിവ്. എത്തിക്കോട്ടെ, പറഞ്ഞു. റൺ വിത്ത് ലൈഫ്, ജീവനം കൊണ്ട് ഓടി. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ പകച്ചു. ഓക്കെ പറഞ്ഞോ. Suddenly farmer got an idea and he climbed to the tree. അങ്ങനെ പറയാൻ പറ്റും. ഒന്നുകൂടി പറയാൻ ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറഞ്ഞേ. Suddenly, quickly the farmer got an idea and he climbed to the tree. Yes. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റേ പെയിന്റർ എന്ത് ചെയ്തു? അപ്പൊ അതും കൂടി അങ്ങോട്ട് പറയാ. എന്ത് പറയാ? The painter was wonder what he do, and he also got an idea and he just fall down on the floor as he died. He dead. ഓക്കെ, സമ്മതിച്ചു. അത് തന്നെ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ഐഡിയ കൊള്ളട്ടെ. അതായത് സഡൻലി ഈ ഫാർമർ മുകളിലേക്ക് കയറി. ഇനി ഈ പെയിന്റർക്ക് മുകളിലേക്ക് കയറാനുള്ള സമയം കിട്ടിയില്ല. ആ കരടി അടുത്തേക്ക് വന്നു. Painter became afraid. പുള്ളി മരിച്ചതുപോലെ കിടന്നു. അങ്ങനെയൊന്നും പറഞ്ഞു. The painter didn't got the time to climb on the tree. The bear was very close to him. So quickly he got an idea that to act as he dead, he just fall down on the floor and he just act like he dead. ഓക്കെ, അത് കറക്റ്റ് ആണ്. കുഴപ്പമില്ല. ശരിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ 2-3 സെന്റൻസ് ഇപ്പൊ കയറി. അപ്പൊ അതായത് ആ വിത്ത് ഫിയർ 2-3 വാചകം വന്നത് ഫാർമർ മുകളിലേക്ക് കയറി. പെയിന്റർക്ക് മുകളിൽ കയറാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നി, അവൻ താഴെ ചത്തതുപോലെ മരിച്ചതുപോലെ കിടന്നു. ഓക്കെ, അപ്പൊ പെയിന്റർ ഫാൾസ് ഫ്ലാറ്റ് ആസ് ഇഫ് ഡെഡ്, മരിച്ചതുപോലെ അവിടെ കിടക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ദ ബിയർ സ്നിഫ്. ബിയർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? മണത്ത് നോക്കുന്നു. ഓക്കെ, അവിടെ വാചകം ചേർക്ക്. The bear was very happy as he got a prey. Then he come close to the painter and he sniffed him. But he feel bear feel like he was dead. So ഡെഡ് വരെ നിൽക്കട്ടെ കേട്ടോ. ഡെഡ് നമുക്ക് പിന്നെ അടുത്ത നമുക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ പറഞ്ഞ്, ഇപ്പൊ നമുക്ക് ഇവിടെ അവൻ മരിച്ചതുപോലെ കിടന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു വാചകം നിങ്ങൾ സ്വന്തമായിട്ട് കൈ ഇറക്കിയാണ്. അവൻ കണ്ണുകൾ നന്നായിട്ട് അടച്ചു. ബിയർ അരികത്തേക്ക് വരെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ അവൻ കണ്ണുകൾ നന്നായിട്ട് അടച്ചു. ആര്? ഈ പെയിന്റർ. എന്ന് പറഞ്ഞ് ഒക്കെ ഷഫ്രിൻ തന്നെയാണ് പറയണത്, വേറെ ആരും മിണ്ടണില്ല. The bear was the painter was closed his eyes. Closed his eyes. And the bear was near him and smelled him. ഓക്കെ. ശരി, വരട്ടെ. അപ്പൊ അങ്ങനെ വന്നു, അതിനെ അരികത്ത് വന്ന് മണത്ത് നോക്കി. ഓക്കെ, പിന്നെ ഇത് തന്നെ വേറെ രീതിയിൽ ആർക്കും പറയാൻ പറ്റുമോ? പറഞ്ഞു. അവൻ കണ്ണുകൾ അടച്ചു കിടന്നു. ബിയർ വന്ന കേസ് വരെ നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ രീതി വേറെ ആർക്കെങ്കിലും പറഞ്ഞു. യെസ്, പറഞ്ഞോ പ്രിയ. The bear came near the man lying on the ground. It smelt in his ears. Okay. And slowly left the place. Okay. The painter closed his eyes more tightly. Okay. Yes. Okay.
വെരി ഗുഡ്, വെരി ഗുഡ്. ഭാവന വരട്ടെ, തെറ്റ് നമുക്ക് വിഷയമേ അല്ല. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ പോരട്ടെ. ഓക്കെ, ഒന്നുകൂടി കണ്ണടച്ച് കിടന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ പല പറ്റിയിട്ടുണ്ട്. ദ പെയിന്റർ ഫാൾസ് ഇറ്റ് ആസ് ഇറ്റ് ഡെഡ്, ബിയർ വന്നു മണത്ത് നോക്കി. ഇനി തിങ്ക് ഡെഡ് എന്നാണ്, അതായത് മരിച്ചതായിട്ട് ആ ബിയർ ചിന്തിച്ചു. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് നോക്കാം? നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ തന്നേക്കാണ്, ആ സിറ്റുവേഷൻ നിങ്ങൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. പ്രിറ്റൻഡ് ടു ബി ഡെഡ്. ഓക്കെ സൈബ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ, അതായത് ഈ സിനിമയ്ക്ക് നാടകത്തിനൊക്കെ പാട്ടെഴുതുന്ന ആളുകളില്ലേ, ഈ പാട്ടെഴുതുന്ന ആളുകളോട് അവര് സിനിമ പിടിക്കുന്നതിന് മുമ്പ് പാട്ട് എഴുതുന്നതാണ് അല്ലേ? അപ്പൊ അതിനു മുമ്പ് അവരോട് സിറ്റുവേഷൻ പറയും. വിഷമിച്ച ദുഃഖത്തോട് കൂടിയിട്ട് വിവാഹം നടക്കാൻ പറ്റാതെ നായകൻ ആ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. അദ്ദേഹം ഒരു പാടവരമ്പത്തൂടെ പോകുന്നതായിരിക്കും സീൻ. അപ്പോ അദ്ദേഹത്തിന്റെ വിഷമം പ്രതിനിധീകരിക്കുന്ന രീതിയിലുള്ള വരികളായിരിക്കണം. അപ്പോ അതങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ ഇതങ്ങോട്ട് വിഷമം കറക്റ്റ് ആയില്ല, അപ്പൊ മാറ്റി എഴുതി. ഇതിങ്ങനെ 2-3 പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ചിലപ്പോൾ ഡയറക്ടർ ഉദ്ദേശിച്ച് വരി കിട്ടുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നിങ്ങളങ്ങനെ പറയും. ഇപ്പൊ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ട് ആ ബിയർ വന്ന് മണത്ത് നോക്കി, ഞാൻ തന്നെ പറയാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പറയാം ബിയർ ഒന്ന് ചുറ്റും നോക്കി, വീണ്ടും ഒന്നുകൂടി മണത്തു. കണ്ട, ഇത് നമുക്ക് കയ്യിൽ നിന്ന് ഇടാവുന്നതാണ്. കണ്ട, ഓക്കെ അനുഗ്രഹ, വെരി ഗുഡ്. ഒന്ന് ചുറ്റും നോക്കി, ഒന്നുകൂടി ബിയർ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടി വന്ന് ഈ പെയിന്റർ വന്ന് മണത്ത് നോക്കി. അപ്പൊ നമുക്ക് ഒരു സെന്റൻസ് കൂടി അവിടെ ആഡ് ചെയ്തു. അതുപോലെ നിങ്ങൾ ഭാവന ഉണരട്ടെ, ഇത് വരട്ടെ, സംഗതി ഇങ്ങോട്ട് പോരട്ടെ. യെസ്, അത് ഞാൻ പറഞ്ഞ ഭാവന. ഇനി നിങ്ങളുടെ ഭാവന പറയട്ടെ. ഓക്കെ ഓക്കെ രജീന, ദ ബിയർ വാസ് ലുക്കിംഗ് അറൌണ്ട്. അപ്പൊ നമുക്ക് പറയാലോ അത്. ഷഫ്രീൻ, വേറെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞോളൂ. അവിടെ നമുക്ക് ബിയർ കൊടുക്കാവുന്ന റോള്. Bear looked around and come back to the painter, and it sniffed him once again. The painter hold his breath for a while, that he knows that the bear didn't eat a dead body, so he act as a dead body like that, and after that the bear go away. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് അതൊക്കെ കറക്റ്റ് ആണ്. ഈ ബിയറിന് ഒരു രണ്ട് മിനിറ്റ് അവിടെ നിൽക്കാൻ ഒരു റോൾ കൂടി കൊടുത്തേ. ഒന്നുകൂടി വന്ന് മണത്ത് നോക്കി എന്ന് പറഞ്ഞു. പിന്നെ വേറെന്ത് വേണം? വേറെ എന്തെങ്കിലും വേണോ? അതിന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി, ശരീരത്തിലൊക്കെ തൊട്ട് നോക്കി, കുറച്ചു നേരം അവിടെ ഇരുന്നു കുറച്ചു നേരമൊക്കെ ഇരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും സാധനം ചേർക്കാം. എന്താ പറയുമ്പോ, ഇവര് വരുമ്പോ ഇവരുടെ കയ്യിലൊരു സഞ്ചി ഉണ്ടായിരുന്നു. ദേവർ ക്യാരിയിങ് എ ബാഗ്. അപ്പൊ ഇവര് ഒളിച്ചു, ഇവര് മരത്തിന് മുകളിലോട്ട് കയറിയപ്പോ ത്രോയിങ് ദ ബാഗ്, ആ ബാഗ് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇവർ മരത്തിന്റെ മുകളിൽ കയറിയത്. അപ്പൊ ബാഗ് എവിടെയോ കിടപ്പുണ്ട്. അപ്പൊ ഇവൻ ഇവിടെ കിടന്നിട്ട് കാണുന്നു, ആ ബാഗ് മണത്ത് നോക്കി, ബിയർ വന്ന് മണത്ത് നോക്കുന്ന നമുക്ക് കാണുന്നു. കേട്ടാ, ഇത് നമുക്ക് ഒരു ടൂൾസ് കൊടുക്കാം. ഇപ്പൊ പിടികിട്ടില്ല, ഒരു ഐഡിയ പിടികിട്ടുന്നുണ്ട? എന്താണ് അത് പിടികിട്ടുന്നില്ലേ? The bear also snuffed his bag and come back to him. And അവിടെ നമ്മൾ ബാഗ് എന്ന് പറയുമ്പോ ആ രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ അത് ആഡ് ചെയ്യണം. എന്താണ് മെൻഷൻ ചെയ്യണം അല്ലേ? ചെയ്യണം, എന്നാലേ ഇവിടെ ബാഗ് ഉള്ളൂ. അതല്ല പറയാ, അവിടെ വെന്റ് ടു ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പറയും they carried their food in a bag. അല്ലെങ്കിൽ bag that throw by them when they afraid, അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതിയാവും. മതി. നമ്മ എപ്പോഴും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ ഒരു കഥാകൃത്തിനെ പോലെ ചിന്തിക്കും. ഇതൊരു സാധനം വരുമ്പോ ഇത് എന്തുകൊണ്ട് അവിടെ വന്നു, പെട്ടെന്ന് വന്നല്ലോ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കും. സിനിമകളൊക്കെ കാണുമ്പോ ചിലപ്പോ ഒരു സിനിമയൊക്കെ ഈ എപ്പോഴും തിലകന്റെ കൈ എടുത്ത് ഇങ്ങനെ വിറക്കും. അപ്പൊ നമുക്ക് ആദ്യമൊക്കെ അത് ഫീൽ ചെയ്യുന്നത് എന്താണ് പറയുന്നത്. പക്ഷെ പിന്നീട് മനസ്സിലാവും ഇദ്ദേഹം ഈ കൈ ഉപയോഗിച്ചൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടികളെ പുള്ളി കൊന്നു. അപ്പൊ കൊച്ചുകുട്ടികളെ കാണുമ്പോൾ പുള്ളിയുടെ കൈ എന്ന് ഷിവർ ചെയ്യും. അത് അതിന്റെ ക്ലൈമാക്സിലെ പിടികിട്ടുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ ആ കാട്ടിലോട്ട് പോകുമ്പോൾ ഒരു ബാഗ് അവരുടെ കയ്യിൽ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് വലിച്ചെറിയാനായിട്ടൊരു സെന്റൻസ് അവിടെ എഴുതാം. ഈ പെയിന്റർ മണത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ബിയർ പോയിട്ട് ബാഗ് മണത്ത് നോക്കുന്നത് നോക്കാം. അങ്ങനെ നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കാം, എന്നാലേ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും നിങ്ങളെ ഒറ്റ ലൈനിൽ പറയല്ലേ,
നമ്മൾ നിങ്ങൾ തന്നെ നോക്ക്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിനോടൊക്കെ പെട്ടെന്ന് പറയരുത്. പെട്ടെന്ന് പറയുമ്പോൾ അതിന് വർക്കൗട്ട് ആവില്ല. അതൊരു ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കില്ലേ, മൂടൊക്കെ നോക്കൂല എന്ന് പറയുന്ന ഒരു ക്രിയേറ്റിവിറ്റി അത് നിങ്ങൾ റെഡിയാക്കാം. ഒരു ക്രിയേറ്റിവിറ്റി. ഓക്കെ, ശരി. അപ്പൊ അത്രയും വരെ ഓക്കെയാണ്. തിങ്ക് ഡെഡ് ഗോ അവേ. ഇനി അപ്പൊ ബിയർ പോയിട്ട് ഇനി അടുത്ത വരി എൻ്റെ ഫാർമർ കംസ് ഡൗൺ എന്നാണ്. ഫാർമർ താഴേക്ക് വരുന്നു. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ചേർക്കാവുന്ന ഒരു ഭാവന നിങ്ങളുടെ പോരട്ടെ. എന്ത് ചേർക്കാൻ പറ്റും? അപ്പോ ബിയർ വന്നു. The farmer was watching the bear and the painter. ഓക്കെ ഓക്കെ, അത് കൊടുക്കാം. He was afraid that if the bear eat his friend, ഓക്കെ after a while, when the bear go away, he came down. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സാധനം കൊടുക്കാം. അതായത് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ഫാർമറിന് തോന്നിയത് ബിയർ ഈ പെയിന്ററിന്റെ ചെവിയിൽ എന്തോ പറയുന്നത് പോലെയാണ്. കാരണം അതിന്റെ അടിയിൽ ആ സാധനം കിടപ്പുണ്ട്, ഇല്ലേ? Oh, sorry, എന്റെ അടിയിലത്തുണ്ട്. Okay. അപ്പൊ ആ ഒരു ഫീലിങ്സ് അവിടെ കൊടുക്കണം. മുകളിൽ നിന്ന് ഫാർമർ നോക്കിക്കഴിഞ്ഞപ്പോ എന്തോ പറയുന്ന പോലെ തോന്നി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവൻ ചുറ്റുപാടും നോക്കി ഈ ബിയർ പോയി എന്ന് ഉറപ്പായതിനു ശേഷമാണ് താഴേക്ക് ഇറങ്ങിയത്. പോരട്ടെ, നിങ്ങൾ ഒറ്റയടി പറയുന്നത്. When the farmer looking from the tree, he feel like the bear was telling something to his friend. Okay, very good. പറഞ്ഞോളൂ. After a while, he was keenly after confirming that the bear had gone, he came down like that. Okay, okay. The farmer came down. Okay, താഴേക്ക് വന്നു. അപ്പൊ ഇത് ഷഫ്രീൻ പറഞ്ഞു. ഇനി അടുത്തുള്ള വേറെ ആളെ പറഞ്ഞു. ഇത് തന്നെ സംഭവം. എന്റെ മക്കളെ തെറ്റിക്കോട്ടെ, നിങ്ങൾ പറയും. നിങ്ങൾ അത് ഇതുപോലെ പറയണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാവന പറഞ്ഞു. When the farmer looked from the tree, he felt that the bear was telling something in his friend's ear. Okay. Then the farmer came down and asked his friend on the ground. അപ്പൊ ഓക്കെ, ഫാർമർ താഴേക്ക് വന്നതിന് മുമ്പ് താഴെ കരടി ഇല്ല എന്നുള്ള ഫാർമർ ഒന്ന് ഉറപ്പാക്കിക്കോട്ടെ. അതൊന്ന് പറഞ്ഞേ. ഫാർമർ താഴെ അല്ലെങ്കിൽ കരടി പോയി എന്ന് ഉറപ്പാക്കി മുകളിലിരുന്ന്. അതൊന്ന് പറഞ്ഞു നോക്കി. He made sure that the bear was. The bear had gone. The bear was not there. Okay. ഇഷ്ടമുള്ളിരിക്കും. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി താഴേക്ക്. അപ്പൊ ഫാർമർ കെയിം ഡൗൺ. അപ്പൊ ഫാർമർ ഇപ്പൊ താഴെ എത്തി. അടുത്ത വഴി നോക്കി. ആസ്ക് വാട്ട് ദ ബിയർ സേ. ചോദിക്കുകയാണ് എന്താണ് ആ ബിയർ പറഞ്ഞിട്ട് പോയത്. യെസ്. അപ്പൊ അവിടെ നമുക്ക് നിങ്ങൾക്ക് നാടകീയമായിട്ട് ചേർക്കാവുന്ന ഒരു വാചകം തന്നെ. നിങ്ങൾ മനസ്സിൽ കാണുക, പുള്ളി മരിച്ച പോലെ കിടക്കുന്നു, പുള്ളി കണ്ണ് തുറന്നിട്ടില്ല, ബിയർ പോയാ പോയില്ലേന്ന് പോലും ഈ കിടക്കുന്ന പെയിന്റർക്ക് അറിയാൻ പാടില്ല. മുകളിൽ നിന്ന് മറ്റേ പുള്ളി ഇറങ്ങി വന്ന് ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ പുള്ളിക്ക് വിചാരിക്കാൻ തൊടുന്നത് ആരാണ്, ബിയറാണെന്ന് വിചാരിക്കാം. വേണമെങ്കിൽ പേര് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോഴാണ് പുള്ളി കണ്ണ് തുറക്കുന്നത്. കേട്ടാ, നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ എടുക്കല്ലേ. യെസ്, പറഞ്ഞോളൂ. എപ്പോഴും ഒരു സിറ്റുവേഷൻ. പെയിന്റർ അല്ലേ മുകളിലിരിക്കണേ? പെയിന്റർ ഇല്ല, ഫാർമറാണ് മുകളിലിരിക്കുന്നത്. എന്താ രാജേഷ് പറഞ്ഞോളൂ. ഫാർമറാണ്. ഓക്കെ 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 ഓക്കെ. യെസ്. After that, he ran to his friend and he touched him, but the farmer didn't wake up because he thought that was a bear. Okay, very good. He emotionally hugged him, and the farmer suddenly wake up. Okay. And he asked that what was the bear said to him. Okay, okay. What was the thing that bear said to him? Okay. ഇനി അടുത്ത ആൾ പറഞ്ഞത് മുകളിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആരെ കാണുന്നു?
പെയിന്ററെ കാണുന്നു, പെയിന്ററോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ പെയിന്ററെ ടച്ച് ചെയ്യുന്നു, വിളിക്കുന്നു, പെയിന്ററിന്റെ പേര് വിളിക്കുന്നു. The painter was sure that my death is coming soon. Okay, Regina. ടച്ച് ചെയ്യുമ്പോൾ പെയിന്റർ thought that my death is coming near. എന്റെ മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പുള്ളിക്ക് തോന്നി. ഓക്കെ, യെസ്, ബാക്കി. He touched his friend, but he didn't wake up. Okay. Then he said that, oh my friend, oh my dear friend, the bear is gone away. Please wake up. Okay, very good. Okay. Then he asked him. Then he suddenly wake up. Then he asked the painter, what did the ബിയർ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെയിന്റർ എഴുന്നേറ്റു. അവിടെ നമുക്കൊരു സാധനം ചേർത്തൂടെ, അവൻ എന്നിട്ട് ശാന്തമായി ഒന്ന് ദീർഘനിശ്വാസം ചെയ്തു, അല്ലെങ്കിൽ പുള്ളി ഒന്ന് മാനസികമായി റിലാക്സ് ചെയ്തു. കണ്ട, ആ ഒരു അപകടം ഒഴിവായി കിട്ടിയതിൽ നിന്ന് പുള്ളി ഒന്ന് റിലാക്സ് ചെയ്തു, ഒന്ന് അത്ര നേരം ശ്വാസം പോലും എടുക്കാണ്ട് പുള്ളി പിടിച്ചെടുക്കല്ലേ, അതൊക്കെ ഒന്ന് ചേർക്ക്. യെസ്, എവിടെ നിങ്ങളത് ആഡ് ചെയ്യണില്ലല്ലോ. അശ്വതി പറയൂ. The farmer climbed down the tree. Okay. He laughing at the friend asked him, what did the bear whisper in your ears? Okay. ഇനി ബാക്കി പറഞ്ഞോ, നേരത്തെ പറഞ്ഞത് ഫിനിഷ് ചെയ്തോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് വാട്ട് ഡിഡ് ദ ബിയർ സേ, എന്താണ് ബിയർ പറഞ്ഞത് എന്ന് പറഞ്ഞു, അത്രവരെ അവസാനിച്ചു. ഇനി അതിന് ആ പെയിന്റർ കൊടുക്കുന്ന മറുപടിയാണ് നെവർ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത്. അവരുമായി ചങ്ങാത്തം പാടില്ല എന്നാണ് പറഞ്ഞത്, അല്ല അവരെ ഫ്രണ്ടായിട്ട് കരുതരുന്ന പറഞ്ഞത്. ഓക്കെ, ഇനി ആ ഒരു സംഗതി വരാവുന്ന സ്ഥലം പൂരിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ ചിന്തകൾക്ക് വേണ്ടിയിട്ട് തരാം. ഓക്കെ, നിങ്ങൾ ആ സിറ്റുവേഷൻ, അതെ റിയൽ ലൈഫിൽ നിങ്ങളാണ് കിടക്കണമെന്ന് വിചാരിക്കുക. ആ പെയിന്ററായിട്ട് നിങ്ങളത് വെറുതെ സങ്കല്പിച്ചാൽ പോരാ, ഉൾക്കൊണ്ട് സങ്കല്പിക്കുക. ചില ആളുകളൊക്കെ വല്ല സീനിയറൊക്കെ അഭിനയിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലേ, അതങ്ങനെ അതുപോലെ അത് ജീവിച്ച് കാണിക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളാണ് കിടക്കുന്നത്, ഒരുമിച്ച് അത്ര നേരം വർത്താനം പറഞ്ഞു വന്നിട്ട് ഇവൻ മുകളിൽ കയറുകയും ഞാൻ താഴെ മരിച്ചതുപോലെ കിടക്കുകയും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്നെ അന്വേഷിച്ചു വന്നേക്കാണ്, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോ നമുക്ക് അവനോട് എന്താ തോന്നുക, ഫാർമറോട് ഒരു ദേഷ്യം തോന്നും അല്ലെ, ഉള്ളിൽ അല്ലെ, ആപത്ത് സമയത്ത് നമുക്ക് പിഴണ്ട. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം, ഈ പെയിന്റർക്ക് ഫാർമറോട് ഭയങ്കര ദേഷ്യമാണ് മനസ്സിൽ വന്നത്. അവന് ഈ ഫാർമറോട് ഒന്നും പറയാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അപ്പൊ നമുക്ക് പറയാം എഗെയിൽ, വീണ്ടും ഈ ഫാർമർ ചോദിച്ചു, എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു ബിയർ. അപ്പൊ മറുപടി പറഞ്ഞു. കേട്ടാ, ഇങ്ങനെ അങ്ങോട്ട് 2 സെന്റൻസ് അങ്ങോട്ട് ആഡ് ചെയ്യും. അത് ഞാൻ നിങ്ങളുടെ ചിന്തകൾക്ക് വേണ്ടി ഇട്ട് തന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ട്രാക്കിലൂടെ നിങ്ങൾ ചിന്തിക്കണമെന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ ചിന്തിച്ചു. Yes, പറയൂ. The painter take long breath and he very good. Was very happy. Correct. Was very happy. He was very happy. He gave big thanks to God. Okay, very good. He gave thanks to God. Very good. ഞാൻ പറയാത്തൊരു പോയിന്റ് പറഞ്ഞത്, ദൈവത്തോട് പുള്ളി നന്ദി പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ. യെസ്, പിന്നെ ശരി അനുഗ്രഹ, വാട്ട് ഡിഡ് ദ ബിയർ ടെൽ ഇൻ യുവർ ഐസ്? ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിച്ചു വാട്ട് ഡിഡ് ദ ബിയർ ടെൽ യുവർ ഐസ്, എന്താണ് നിന്റെ ചെവികളിൽ പറഞ്ഞതിന് മറുപടി പറയും. നെവർ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത്, അതൊന്നും ഉൾപ്പെടുത്തി പറഞ്ഞാരെങ്കിലും. ഷഫ്രിൻ കിടന്നു വരൂ. Never to make friends with Never to make friends with one who didn't help us in a danger situation. Okay. Yes. Never travel with a selfish friend who leaves you. Okay. Actually, The painter replied, the bear advised me not to believe a false friend. Okay. Not to believe a close friend. Yes.
false friend. ഓക്കെ False. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും നമുക്കറിയാൻ പറ്റാത്തൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ നമുക്ക് അതുവരെ മനസ്സിലാവാത്തൊരു ക്യാരക്ടർ എല്ലാ സുഹൃത്തുക്കളുടെ ഉള്ളിലും ഉണ്ടാവും. യെസ് യെസ് ഓക്കെ. അപ്പോ അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ റൺ അവേ. പിന്നെ എന്ത് ചെയ്തു? ഓടിപ്പോയി. ആരോടിപ്പോയി നോക്കൂ. Sir, ada a sentence in the connection ano. Never to make with friends with one run away when friend in danger. അല്ല, അങ്ങനെ പറയാം. ഓക്കെ 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 ഓക്കെ. ആണോ? അങ്ങനെ ഇനി വേണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇദ്ദേഹം കഥ നമ്മൾ ബിൽഡപ്പ് ചെയ്യണല്ലേ. ഇദ്ദേഹം ഇതുവരെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫാർമറുമായിട്ടുള്ള കണക്ഷൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഓടിപ്പോയി. ആ ഓടിപ്പോകുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, ഒരു അപകടത്തിൽ ഉപകരിക്കാത്ത സുഹൃത്ത് ഒരു സുഹൃത്തല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതിനെ കണക്ഷനായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു. വാട്ട് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം. Never travel with a selfish friend who leaves you alone at difficulties. Ashwini Babu. Okay. Okay. Apo run away when the friend in danger. When the friend in danger. Okay. ഇത്ര നേരം പറഞ്ഞല്ലോ. വെരി ഗുഡ്. അപ്പൊ ഇനി ഞാൻ ഇതിന്റെ വിഷയത്തിലോട്ട് വരാം. നിങ്ങൾ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യം റജീന. ഓക്കെ ഓക്കെ. വൈ ഈസ് ദിസ് സ്പ്രെഡ്? ഓക്കെ, ഇത് ഇങ്ങനെയല്ല പറയേണ്ടത്. സമയക്കുറവും പിന്നെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ പ്രശ്നങ്ങൾ കാരണമാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോ നിങ്ങൾ ഇത് ഒരു നേഴ്സറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിചാരിക്കും ഒരു കഥ. അപ്പൊ എങ്ങനെ പഠിപ്പിക്കണം അതാ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ അധ്യാപികമാരാണ് നേഴ്സറി സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് ചെറിയൊരു കഥ അത് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. ആ ഒരു കഥ നിങ്ങൾ ബോർഡിൽ ആദ്യം എഴുതുന്നു. എഴുതി 5 വരി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 4 വരി ഉണ്ടായിരുന്ന ലൈൻ നിങ്ങൾ എഴുതി, ഇംഗ്ലീഷിൽ എഴുതി. അത് കുട്ടികളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വായിപ്പിച്ചു. അപ്പോൾ 5 സെന്റൻസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ സെന്റൻസിന്റെയും ആദ്യത്തെ ഒരു വാക്ക് അത് മായ്ച്ചു കളയാം. എല്ലാ സെന്റൻസിന്റെയും ആദ്യത്തെ വാക്ക് മായ്ച്ചു കളയാം. എന്നിട്ട് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ ആദ്യം ഒരു തപ്പലുണ്ടാവും, എന്നാലും നേരത്തെ 2-3 പ്രാവശ്യം വായിച്ചതായുള്ള വാക്ക് അവരുടെ മനസ്സിലുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ സെന്റൻസിന്റെയും ആദ്യത്തെ ഒരു വാക്ക് മാറ്റി കളഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് അവരെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ അവരത് പറയും. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ പറയിപ്പിച്ചതിന് ശേഷം എല്ലാ സെന്റൻസുകളിൽ നിന്നും രണ്ടാമത്തെ വാക്ക് മാറ്റി കളയാം. അപ്പൊ നേരത്തെ ആദ്യത്തെ മാറ്റി കളഞ്ഞു, അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിച്ചു. പിന്നെ രണ്ടാമത്തെ വാക്കും മാറ്റി കളയാം. എന്നിട്ട് അവരെ കൊണ്ട് ഈ കഥ പറയാം. അപ്പൊ അവരിങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയും. അവിടെ ഉണ്ടായിരുന്ന വാക്ക് എന്താണെന്ന് അവരുടെ മനസ്സിലുണ്ടാവും. അത് അവരെടുത്ത് ഇങ്ങനെയാണ് പറയും. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ സെന്റൻസിലും 2 വാക്ക് പോയി. ഇനി അത് 2-3 പ്രാവശ്യം പഠിപ്പിച്ചതിന് ശേഷം 3ാമത്തെ വാക്ക് മാറ്റി കളയും. ഓരോ സെന്റൻസിൽ നിന്നും 3ാമത്തെ വാക്ക് ഓർമ്മയിലുണ്ടാവണം. എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ കുട്ടികൾ നേരത്തെ ഒരു വാക്ക് പോയപ്പോൾ പറഞ്ഞതാണ് കറക്റ്റായിട്ട്, 2 വാക്ക് പോയപ്പോൾ പറഞ്ഞതാണ്, 3ാമത്തെ വാക്ക് പോയപ്പോഴും വരെ കൃത്യമായിട്ട് പറയും. കാരണം അവരുടെ മനസ്സിലാക്കാതെ പതിഞ്ഞു. ലാസ്റ്റ് ആവുമ്പോൾ ബോർഡ് ക്ലീൻ ആക്കുക. ബോർഡിൽ വാക്കുകളേ ഇല്ല, എല്ലാം മാറ്റും. എന്നിട്ട് പറയാം. അങ്ങനെ പറയുമ്പോൾ അവർ കൃത്യമായിട്ട് പറയും. ആ രീതിയിലാണ് ഈ സാധനം നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. അപ്പൊ നിങ്ങളും ഈ കാര്യം, ഇത് സമയക്കുറവും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുപ്പത്തിൽ പറഞ്ഞത്. പിന്നെ നിങ്ങൾ നല്ല മുതിർന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങളോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമെന്നുള്ളത് കൊണ്ട് വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ, നിങ്ങൾ കുട്ടികളെ തന്നെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം സ്റ്റോറി പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യാം. ഒരു സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ട് വായിപ്പിച്ചിട്ട് ഒരു വാക്ക് വെച്ചാൽ കട്ട് ചെയ്തിട്ട് ബാക്കി വായിപ്പിക്കുക. അപ്പൊ അവൻ പറയും, മക്കൾ പറയും. അതുകൊണ്ട് 2 വാക്ക് കേട്ടിട്ട് അവന്റെ ഒപ്പം നിൽക്കണം. അന്നേരത്തെ പറഞ്ഞതെന്ന് സപ്പോർട്ട് ചെയ്യണം. നീ പഠിക്കുക എന്ന് പറഞ്ഞു പോയല്ല, അവനെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അവനെ അങ്ങനെ ചിന്തിക്കാനൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ ആദ്യത്തെ വാക്കൊന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ റെഡിയാക്കി. അപ്പൊ 2 പ്രാവശ്യം. അപ്പോ ഈ സ്റ്റോറി ഈ ഇത്രയും സമയത്തിനുള്ളിൽ 5-10 പ്രാവശ്യം വായിച്ചു. അപ്പൊ അവൻ വായിക്കുകയാണ് എന്ന് പറയുന്നത് തോന്നൽ അവൻ ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ ഇത് കാണ്ട് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിക്കില്ല. അപ്പൊ അതിൽ നിന്ന് ഓരോ വാക്കുകൾ മാറ്റിയിട്ട് ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ടെക്നിക്ക് നിങ്ങൾ
സ്കൂളിൽ വെൻ യു ആർ അപ്പോയിന്റഡ് ആസ് എ ടീച്ചർ യു ഷുഡ് അപ്ലൈ. നിങ്ങൾ ചെയ്യേണ്ട രീതി അതാണെന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ റൈറ്റിംഗ് സംഗതി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ. നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് അതിലോട്ട് പോകാം. സർ, പറഞ്ഞോളൂ. ബെയർ ആണോ ബിയർ ആണോ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ? ബിയർ. ബിയർ ആണല്ലേ? ഓക്കെ. സാർ എക്സാമിന് ഇതുപോലെ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് ചോദിക്കുക, അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുമോ? ഒന്നുകൂടി പറഞ്ഞു. എക്സാമിന് ഇതുപോലെ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് എഴുതാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവുമോ? ഒരു സ്റ്റോറി അതല്ലാന്നുണ്ടെങ്കിൽ ഐദർ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റോറി തന്നിട്ട് അതിന്റെ അടിയിൽ കുറച്ച് ചോദ്യങ്ങൾ. ഇപ്പൊ നമുക്ക് അറിയാം ഈ ഇതിന്റെ തന്നെ അടിയിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ആ ചോദ്യം വായിക്കുമ്പോൾ ഹൂ വെന്റ് ഫോർ എ വാക്ക്, ആരൊക്കെയാണ് നടക്കാൻ പോയത് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ. Farmer and ഫാർമർ ആൻഡ് പെയിന്റർ. ഓക്കെ, ശരിയാണ്. ഞാൻ അടുത്ത ചോദ്യം. എക്സ്ക്യൂസ് മീ സർ, ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ എക്സാം എഴുതണതല്ലേ റിട്ടൺ എക്സാമിൽ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അടിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും. ഓക്കെ. വെയർ ഡിഡ് ദേ ഗോ ഫോർ വാക്ക്? അടുത്ത ചോദ്യം. ഷഫ്രിൻ അവിടെ നിന്ന് നിൽക്കട്ടെ, ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കാം ചാൻസ് ഒന്നും. വെയർ ഡിഡ് ദേ ഗോ ഫോർ എ വാക്ക്, അല്ലെങ്കിൽ അവരെ ഒക്കെ ഉണ്ടായിരിക്കും. പറഞ്ഞോളൂ. ഫോറസ്റ്റ്. They went to the forest. Very good. What did they hear? എന്താണ് അവർ കേട്ടത്? Sound of fear. The sound. I hear a bear coming. Okay. അല്ല, കേട്ടത്. They heard the sound of the bear coming. The roaring sound. Okay, very good. ഇനി അടുത്ത ചോദ്യം. What did they do? അവരപ്പോൾ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് ദേ ഡു? നമുക്കറിയാം, ഒരാൾ മുകളിൽ കയറി, ഒരാള് മരിച്ചതുപോലെ താഴെ കിടന്നു, അല്ലെ? അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. The farmer climbs on the tree and the painter falls flat. Okay, as if dead. Okay, മരിച്ചതുപോലെ താഴെ കിടന്നു. ഇനി where did the farmer hide himself? എവിടെയാണ് the farmer മറഞ്ഞിരുന്നത്? Where did the farmer hide himself? The farmer climbs tree and hide. Okay. ശരിയാണ്. On the branches of the tree. Okay. ഇനി what did the painter do? Falls flat. Okay. ശരിയാണ്. Okay. ഇനി ഫ്രം ദിസ്, ഇനി ഞാൻ ഒരു ജനറലായ കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളും മനസ്സിലാക്കിയ മോറൽ എന്താണ്? വാട്ട് ഈസ് ദ മോറൽ ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഫ്രം ദി സ്റ്റോറി? അത് നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ. The friend in need as a friend indeed. ഇനി അതിനെക്കുറിച്ച് 2 സെന്റൻസ് പറയും. പറഞ്ഞത് കറക്റ്റ് ആണ്, കൃത്യമാണ്. Never trust a false friend. Okay, once more. Never trust a false friend. Okay. നമുക്ക് ഫാൾസ് ആണെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും. അത്രയും നേരം പുള്ളിയുടെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കുമല്ലോ. അപ്പൊ അത് വെച്ചൊന്ന് പറഞ്ഞ് നമ്മൾ 100% വിശ്വസിച്ച ഒരാളിൽ നിന്ന് ഓ ബ്രൂട്ടസ് യു ടു എന്ന് കേട്ടിട്ടില്ലേ? ജൂലിയസ് സീസറിനെ കൊല്ലുന്നത് ആരാണ് കഥയില്? ആ കഥ കേട്ടിട്ടില്ലേ? ജൂലിയസ് ബ്രൂട്ടസ് ആണ്. ബ്രൂട്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസറിന്റെ ഒപ്പം നടക്കുന്ന സീസറിന്റെ മകനെ പോലെയുള്ള ഒരാളാണ് ബ്രൂട്ടസ്. അപ്പോ സെനറ്റ് ഹാളിലേക്ക് പോകുമ്പോ തള്ളിയിട്ട് താഴെ വീണ് സീസറിന്റെ മുകളിൽ കയറിയിരുന്ന് കത്തിയെടുത്ത് കുത്തി കഴിയുമ്പോ സീസർ നോക്കിക്കഴിഞ്ഞപ്പോ എന്താണ്, താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ആളാണ് തന്നെ കുത്തുന്നത്. അപ്പൊ പുള്ളി ചോദിച്ച ചോദ്യം വേണം, ഓ ബ്രൂട്ടസ് യു ടു, നീയും കൂടിയാണ്. അതാണ് ആ വേർഡ്, യു ബ്രൂട്ടസ് യു ടു. അത് പല സ്ഥലത്തൊക്കെ ഉപയോഗിക്കും. ഈ സംഭവമാണ് അത്. പിന്നെ അത് നമ്മൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും യു ടു, നീയും എന്ന് പറയണത്. ഈ
അതിന്റെ പിന്നിലുള്ള കഥ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ബ്രൂട്ടസ്, യു ടു, നീയും എന്നെ കുത്തുന്നുവോ? വേറെ ആരും കുത്തിയാലും എനിക്ക് നീയും എന്നാണ് ചോദ്യം. ഓക്കെ, അതിന് ബ്രൂട്ടസ് പറയുന്ന ഒരു മറുപടി ഉണ്ട്, അറിയാമോ? ഞാൻ ജൂലിയസ് സീസറെ സ്നേഹിക്കുന്നു, ഞാൻ റോമിനെ സ്നേഹിക്കുന്നു, പക്ഷേ ഞാൻ ജൂലിയസ് സീസറിനേക്കാൾ കൂടുതൽ റോമിനെ സ്നേഹിക്കുന്നു. ഐ ലവ് റോം, ഐ ലവ് ജൂലിയസ് സീസർ, ബട്ട് ഐ ലവ് ജൂലിയസ് റോം മോർ ദാൻ ജൂലിയസ് സീസർ. ഓക്കെ, അതൊക്കെ പിന്നീട് പറയാം. അത് പെട്ടെന്ന് സംഗതി വന്നു കഴിഞ്ഞപ്പോൾ അത് ഇത് പറഞ്ഞു പോയതാണ്. ഓക്കെ, ലെറ്റ് us കം ബാക്ക്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലായി നമ്മൾ അവനെ അത്രയും നേരം ക്ലോസ് ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച ആളിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായത്. അത് വെച്ചൊന്ന് പറഞ്ഞു. Do not trust friends who do not help in danger. ഓക്കെ ഓക്കെ, ഡു നോട്ട് ട്രസ്റ്റ് എനിവൺ. ആരെയും നമ്മൾ 100% വിശ്വസിക്കരുത്. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. True friends are those who help in times of danger. ഓക്കെ, ട്രൂ ഫ്രണ്ട്സ് ആർ ദോസ് ഹു ഹെൽപ്പ് ഇൻ ഡേഞ്ചർ. അപകടത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള സുഹൃത്ത്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, റെഡിയാണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, ഡോണ്ട് ട്രസ്റ്റ് എനിവൺ ബ്ലൈൻഡ്ലി. ശരിയാണ് അക്ഷര, ആരെയും മന്ദമായിട്ട് വിശ്വസിക്കരുത്. ഓക്കെ, പ്ലീസ് ചൂസ് കറക്റ്റ് ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും മനസ്സിലാ? ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴല്ലേ നമ്മൾ മനസ്സിലായി. ആദ്യത്തെ അനുഭവത്തിൽ നമ്മൾ നിന്ന് കൊടുക്കണ്ടേ? നെവർ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് വൺ ഹു ഡു നോട്ട് കെയർ യു ഇൻ ഡേഞ്ചർ സിറ്റുവേഷൻ. ഓക്കെ ഷഫന, ഓരോരുത്തര് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എഴുത്ത് വന്നു കഴിയുമ്പോൾ എല്ലാവരും റെഡി ആയിട്ട് വന്നു. ദ ഫ്രണ്ട് ഓൾവേസ് സപ്പോർട്ട് ഇൻ എനി സിറ്റുവേഷൻ. ഓക്കെ, അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ബന്ധുക്കളെക്കാളും കൂടുതൽ ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്നേരം നമുക്ക് എടുക്കാം. അതൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോന്ന് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടും അതൊരു സിറ്റുവേഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, പറഞ്ഞോളൂ. ഇനി ബാക്കി നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞോളൂ. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ മറ്റു കാര്യങ്ങൾ. ഓക്കെ ഓക്കെ, പറഞ്ഞത് മുഴുവൻ കറക്റ്റ് ആണ്. കീപ് യുവർ കാം ഈവൻ ദ ടൈംസ് ഓഫ് ട്രബിൾസ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. The friend is good, no need for a mirror. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് രജീന. ഓക്കെ, ഇതൊക്കെ ശരിയാണ്, പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, അതുമല്ല എങ്കിൽ നിങ്ങൾ ഒരു സ്കൂൾ അധ്യാപികയാകുമ്പോൾ ഈ കഥ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതി അതൊക്കെ ഈ നോട്ടിലുണ്ടത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അത് പിടികിട്ടും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റോറി പഠിപ്പിക്കേണ്ടത് കുട്ടികളെ എന്നുള്ളതിന്റെ രീതിയാണ് നമ്മൾ പറഞ്ഞത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വളച്ചു കെട്ടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പഠിക്കാത്ത കുട്ടികൾ എന്തെങ്കിലും കഥയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാ, ഒരു ഉണ്ടാവില്ല, ഞാൻ പഠിപ്പിക്കാം എന്ന് പറയാം. എന്നിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിക്കും. മൊത്തം കഥയുടെ പകുതി ആദ്യം പഠിപ്പിച്ചാൽ മതി, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പകുതി. കാരണം 25 സെന്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ മനസ്സിലാതെ നിൽക്കില്ല. ഒരു 5 സെന്റൻസ് 6 സെന്റൻസ്, ഫസ്റ്റ് വേർഡ് കളഞ്ഞു വീണ്ടും പറയിപ്പിച്ചു, ഫസ്റ്റ് സെക്കൻഡും കളഞ്ഞു വീണ്ടും പറയിപ്പിച്ചു, തേർഡും കളഞ്ഞു വീണ്ടും പറയിപ്പിച്ചു, ഫുള്ള് മാച്ചു, ക്ലീൻ ആയിട്ട് പയ്യൻ പറയും. അപ്പൊ അവന്റെ ഉള്ളിലേക്ക് ഹൗ ടു സ്റ്റഡി, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ പിടിക്കും. ഓക്കെ, ഡോണ്ട് ട്രസ്റ്റ് എനിവൺ ബാഡ്ലി. ശരി അഞ്ജന, പ്ലീസ് ചേഞ്ച് എനി ടൈം ഇൻ എനി സിറ്റുവേഷൻ. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തായിട്ട് നിങ്ങളോട് ഞാൻ അടുത്തൊരു ചാൻസ് തരുന്നത് ഒരു പ്രോവർബ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോവർബ് പറയാ. ആ പ്രോവർബിനെ കുറിച്ച് 2 സെന്റൻസും പറയാം. സ്പീക്ക് അബൌട്ട് എ പ്രോവർബ് ദാറ്റ് യു ലൈക്ക് മോസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോവർബ് പറയാ, അതിനെ കുറിച്ച് 2 സെന്റൻസും കൂടി പറയാം. Featurings are not gold. ഓക്കെ ഓക്കെ, മുമീന ബാക്കി പറഞ്ഞു, അതിനെ കുറിച്ച് പറഞ്ഞോളൂ. നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള, മക്കളെ പഠിപ്പിച്ചിട്ടുള്ള അതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ഒരു പ്രോവർബ് ആലോചിച്ച്
നേരത്തെ പറഞ്ഞ ഫ്രണ്ട് നീഡ് ഈസ് ഫ്രണ്ട് ഇൻഡീഡ് പറഞ്ഞു. ഹലോ സാർ, പെട്ടെന്ന് ലെഫ്റ്റ് ആവണ്ട് വന്നു, മോൾക്ക് സുഖമില്ല എന്നിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചതായിരുന്നേ. ഒന്നുകൂടി പറഞ്ഞേ. അതെ, പെട്ടെന്ന് ലെഫ്റ്റ് ആവണ്ട് വന്നു ക്ലാസ്സിൽ നിന്ന്. അത് ഓക്കെ മോൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ, ഇല്ല കുഴപ്പമില്ല. Sir, can I? പറഞ്ഞോളൂ, ഷഫ്രീൻ പറഞ്ഞോളൂ. Better be late than never. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. Better be late than never. Okay, 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 okay. Very good, very good. I do like that proverb very much because it's not about the time. We must do that. If we can't do it on time, even if we can't do it on time, we must do that. We must try that thing. Okay. That's Okay, very good, very good. Sir, ചെയ്യാതിരിക്കുന്നതിന് ഭേദമാണ് അത് ചെയ്യുക എന്നുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. പാർവതി പറഞ്ഞോളൂ. actions speak louder than words. ഓക്കെ 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 ഓക്കെ. ശരി, ഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. യെസ്, പറഞ്ഞോളൂ. അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയും. That means what you do is more important than what you say. വെരി ഗുഡ് ഇംഗ്ലീഷ്. ഓക്കെ. Don't judge a book by its cover. ഷഫന പറയൂ, ഒന്നുകൂടി പറയൂ. Don't judge a book by its cover. വെരി ഗുഡ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. പുറഞ്ചട്ട നോക്കിയിട്ട് നമ്മൾ ഒന്നിനും വിലയിരുത്തരുത്. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. Never judge anyone or anything by its appearance. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്, അല്ലേ? പിന്നൊന്നും പറഞ്ഞല്ല. വെരി ഗുഡ്. പറഞ്ഞോളൂ. യെസ്, never judge a person depending upon his honesty is the best policy. പറഞ്ഞോ അശ്വതി ബാബു. Honesty is the best. Thicker than water. ഓക്കെ ഓക്കെ, അഞ്ജന സത്യൻ കറക്റ്റ് ആണ്. യെസ്. അടുത്തത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഷഫന, വെരി ഗുഡ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. എത്ര അറിയാൻ പാടില്ല എങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ മേക്ക് പെർഫെക്റ്റ്. ഈസി കം ഈസി ഗോ. Actions speak louder than words. ഓക്കെ 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 ഓക്കെ, ശരിയാണ് ശരിയാണ്. ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. If there is a will, there is a way. If there is a will, there is a way. മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്. The lazy will carry the mountain. Don't cry over spilled milk. അവസരം നഷ്ടപ്പെട്ടു എന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല, അവസരങ്ങൾ ഇനിയും വരും. യെസ്, അത് കറക്റ്റ് ആണ്. You will get a chance. Better late than never. Okay, okay, okay. Every closed eye is not sleeping, but every open. Two wrong don't make a right. Okay, okay, okay. That's very good. Time and tide waits for none. Okay, time and tide waits for none. സമയവും കാലവും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. Knowledge is power. Okay. Yes. അടുത്തത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നോ പെയിൻ നോ ഗെയിൻ. അത് കറക്റ്റ് ആണ്. നീതു കഷ്ടപ്പെടാതെ നമുക്ക് ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല ജീവിതത്തിൽ. ഇന്നിപ്പോ നമ്മളെ കാണുന്ന ആരുടെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ആരെടുത്ത് കഴിഞ്ഞാലും എല്ലാവരും വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഷഫന, ഓക്കെ. Union is strength. ഓക്കെ 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 ഓക്കെ. Out of sight, out of mind. ഓക്കെ 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 ഓക്കെ. യെസ്, ഇത് ടീച്ചർമാരാകുമ്പോ കുറച്ച് പ്രോവർബൊക്കെ ഒരു 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 തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള മരുന്ന് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണമെന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റാമിന നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പ്രോവർബ്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രോവർബിനെ കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് നിങ്ങളാരെയും ഞാൻ കുട്ടികളായിട്ടുള്ള കണക്കാക്കി. ഓൾ ആർ ടീച്ചേഴ്സ്. എല്ലാവരും ആരാണ്? അധ്യാപികമാരാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് ഐറ്റംസ് വേണം. സെൽഫ് ഹെൽപ്പ് ഈസ് ബെസ്റ്റ് ഹെൽപ്പ്. ഓക്കെ,
Rokanivaniya. Yes. All good things come to an end. Akshara MB. Okay. Ini. A stitch in time saves 9. Okay. Correct സമയത്ത് ഒരു കാര്യം ചെയ്താൽ അത് പല അബദ്ധത്തിലും രക്ഷപ്പെടും. യൂറി വാട്ട് യു സോ, നീ വിതച്ചതാണ് നീ തന്നെ കൊയ്യുന്നത് അല്ലെ? അത് ശരിയല്ല. നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ തിരിച്ചു വരും. As you sow, so you reap. Okay, very good, very good. Yes. An apple a day keeps the doctor away. Okay. Easy come, easy go. Prajita, Manoj. Okay. Don't read between the lines. Okay, don't blame. Okay. Don't Honest blame. policy always. Parno Kalarun. Yes. Ini. Working dog seldom bites. Okay. Failure is the stepping stone of success. Yes, failure is a stepping stone to success. വിജയത്തിലെ കൂടെ ചവിട്ടുപിടിയാണ് പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഓക്കെ. അപ്പൊ ഒരാൾ ഒരെണ്ണം പറഞ്ഞു, വേറെ പറഞ്ഞു. അപ്പൊ പലതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ മനസ്സിലേക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ പ്രോവർബുകൾ മനസ്സിലോട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് പ്രോവർബുകളെ കുറിച്ച് നോക്കി. അതിനോടൊപ്പം തന്നെ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് അനുഗ്രഹം. അതിനോടൊപ്പം തന്നെ സ്റ്റോറി ടെല്ലിംഗ്, കഥ പറയുന്നത് എങ്ങനെയാണ് നോക്കി, കുട്ടികളെ എങ്ങനെയാണ് കഥ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. ലീന ഓക്കെ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. അതൊക്കെ മനസ്സിലാക്കണം. സോറി സാർ, പെട്ടെന്ന് ലെഫ്റ്റ് ആയി പോയതാ. എന്തോ പെട്ടെന്ന് കൈകൊണ്ട് ലെഫ്റ്റ് ആയി പോയതാ. കുറെ പേര് ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട്. ഇല്ല, ഞാനേ പെട്ടെന്ന് ലെഫ്റ്റ് ആയി പോയി കൈകൊണ്ട്, അതുകൊണ്ട് സോറി. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ലെറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. അതിന്റെ രീതി ഒക്കെ നമുക്കൊന്ന് പറയാം. അപ്പൊ അതോടുകൂടി ഈ 16th ചാപ്റ്റർ ഏതാണ്ട് ഫിനിഷ് ആവും. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ. Thank you, sir. വെൽക്കം. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. വെൽക്കം. Thank you, sir. വെൽക്കം. Thank you, sir. വെൽക്കം. ഓക്കെ. Thank you, sir. യെസ്, വെൽക്കം. സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ ഗ്രൂപ്പില് പിന്നെ നമുക്ക് പ്രിന്റഡ് നോട്ടിന്റെ ആവശ്യമുള്ളവര്, പോസ്റ്റലായിട്ട് വേണ്ടവരെ ഫോം ഫില്ല് ചെയ്യാം. അത് എല്ലാ സബ്ജക്റ്റിന്റെ ഉണ്ടോ? നമുക്കതോ പർട്ടിക്കുലർ സബ്ജക്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ആണോ? എല്ലാ സബ്ജക്റ്റിനും പ്രിന്റഡ് നോട്ടാ? അതെ അല്ലേ സാർ? ഓക്കെ. കിട്ടിയിട്ടില്ല. ഇല്ലല്ലേ? അപ്പൊ പറയാം. ഇംഗ്ലീഷിലെ കിട്ടിയില്ല. ഇംഗ്ലീഷ് സാർ പോസ്റ്റൽ ത്രൂ അയച്ചു തരുമെന്ന് പറഞ്ഞു കണ്ടില്ലേ? അതാണ് ഞാൻ മറ്റുള്ള നോട്ട്